ഏറ്റവും വലിയ സാംസ്കാരിക വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയത്. ഇടയ്ക്കിടെ ചില സാംസ്കാരിക വിവാദം നമുക്ക് വേണമല്ലോ, രാഷ്ട്രീയ വിവാദം കൂടാതെ. അതിലേറ്റവും ഒടുവിലത്തേതാണ് MDയെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് കൊച്ചിയിൽ നടന്നതിൻ്റെ, അതായത് MD കഥകളുടെ ആന്തോളജി, അതായത് 9 കഥകൾ സിനിമകളാക്കുന്നു. അതിന് മനോരഥങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചിങ് നടന്ന ചടങ്ങിൽ ഉണ്ടായ വിവാദം, പണ്ഡിറ്റ് രമേശ് നാരായൺ എന്ന സംഗീതജ്ഞൻ നടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയം. ചടങ്ങിൽ അദ്ദേഹം ഈ ആന്തോളജിയിൽ ഒരെണ്ണത്തിൻ്റെ സംഗീത സംവിധാനം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതിലെ പ്രവർത്തകരെ വിളിച്ചപ്പോൾ ഈ രമേശ് നാരായണനെ മാത്രം വേദിയിലേക്ക് വിളിച്ചില്ല, സംഘാടകർ വിട്ടുപോയി എന്നതാണ് ഇതിൻ്റെ അകത്ത്. അത് സംഘാടകരുടെ പിഴവ്, അതിനും ആസിഫ് അലി കുറ്റക്കാരനല്ല. ആ പിഴവ് വേദിയിലേക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് ഒരു അനിഷ്ടം കാണിച്ചിട്ട് പിന്നെ സംഘാടകരോട് ഞാൻ അടിയന്തരമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ചടങ്ങുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വേദിക്ക് താഴെ നിന്ന് സംസാരിച്ചിട്ട് പ്രധാന സംഘാടകരോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ആദരിച്ചില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് അത് ഇറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആസിഫ് അലി കൊണ്ടൊരു മെമൻറ്റോ കൊടുക്കുന്നു രമേശ് നാരായണന്. ഇത് പുരസ്കാര ചടങ്ങൊന്നുമല്ല, ഒരു ലോഞ്ചിങ് ചടങ്ങാണ്. അപ്പോൾ അതും നമ്മൾ കാണണം. അപ്പോൾ ആസിഫ് അലി ഇന്ന് ഒരു അനിഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ മൊമെൻറ്റോ അദ്ദേഹം കയ്യിൽ വാങ്ങി സ്വീകരിച്ചു എന്നല്ല പറയാൻ പറ്റുക, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, പിടിച്ചു വാങ്ങി എന്ന് വേണേൽ പറയാം. എന്നിട്ട് ആസിഫ് അലിയെ ഒന്ന് ഹഗ് ചെയ്യാനോ പിന്നെ അഭിനന്ദിക്കാനോ തയ്യാറാവാതെ ഉടനെ അദ്ദേഹം ആംഗ്യം കാട്ടിയിട്ട് സംവിധായകൻ ജയരാജിനെ വിളിച്ചിട്ട് ജയരാജാണ് ഇതിലൊരു ഈ മനോരഥങ്ങളിൽ ഒരെണ്ണം സംവിധാനം ചെയ്യുന്നത്, അതിൻ്റെ സംഗീത സംവിധാനമാണ് രമേശ് നാരായണൻ ചെയ്യുന്നത്. അപ്പം ജയരാജിനെ വിളിച്ചിട്ട് ഈ ആസിഫ് അലി കൊടുത്ത മെമൻറ്റോ ജയരാജിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചത് വാങ്ങിയിട്ട് ജയരാജിനെ ആശ്ലേഷിക്കുന്നു, വളരെ കെട്ടിപ്പിടിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. പക്ഷേ ആസിഫ് അലിയുടെ അത് കാണിക്കുന്നില്ല. ഇത് ഒരു അയാൾ നല്ല കലാകാരനാണ്, സംഗീതജ്ഞനാണ്, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. എത്രയോ സിനിമകൾക്ക് അദ്ദേഹം നല്ല സംഗീതം ചെയ്തിരിക്കുന്നു. അല്ലാതെ ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹം എത്രയോ വിദഗ്ധനാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ അഹന്ത പാടില്ലായിരുന്നു. ഒരു സംഘാടകരുടെ ഒരു പിഴവ് അതിനെ ഇത്ര വലുതാക്കി കാണിക്കണം. എന്നിട്ടും ആസിഫ് അലി വന്നൊരു മൊമെന്റ് കൊടുത്തപ്പോൾ അതിനെ അപമാനിക്കണം. അപ്പൊ ഇത് വലിയ ചർച്ചയായിട്ട് ഇദ്ദേഹം പ്രതികൂട്ടിലായപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത്, ഞാൻ ആസിഫ് അലിയെ ആക്ഷേപിച്ചിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരാളെ അങ്ങനെ ആക്ഷേപിക്കുന്ന ആളല്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പം ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കലാകാരന് നിരക്കുന്ന പ്രവർത്തനമല്ല, പെരുമാറ്റമല്ല ഇതെന്ന് രമേശ് നാരായണൻ മനസ്സിലാക്കണം. അദ്ദേഹം എത്രയോ വലിയ സംഗീതജ്ഞനോ കലാകാരനോ ആയിക്കോട്ടെ, പക്ഷേ MDയുടെ പേരിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. MD എവിടെ നിൽക്കുന്നു, എത്രയോ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വലിയ അഭിമാനം മലയാളത്തിൻ്റെ. അങ്ങനെ ഒരു ചടങ്ങിൽ, MDയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു സംഗീത സംവിധായകന് പെരുമാറാൻ തോന്നുന്നത് തികച്ചു പറഞ്ഞാൽ അഹന്തയും അല്പത്വവും മാത്രമാണെന്ന് ഞങ്ങൾ തുറന്നു പറയും. അത് അദ്ദേഹത്തിന് ബോധ്യമായതെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം ആസിഫ് അലിയോട് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ടും പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചെറുതായി പോയത് ശ്രീമാൻ രമേശ് നാരായണനാണെന്ന് ആലോചിക്കുക. ഇതിനു മുമ്പും അദ്ദേഹം ഇത്തരം പെരുമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പം ചില പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇവിടെ ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയും MDയുമാണ്. ചെറുതായി പോയത് രമേശ് നാരായണനാണെന്ന് രമേശ് നാരായണൻ സ്വയം മനസ്സിലാക്കുക. ഒരു കലാകാരൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. വളരെ മോശമായി പോയി രമേശ് നാരായണ പ്രവൃത്തി. ക്ഷമ ചോദിച്ചത് നല്ല കാര്യം, പക്ഷേ ഒരു വൃത്തികേട് കാണിച്ചിട്ട് ക്ഷമ ചോദിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ക്ഷമ ചോദിച്ച് കൊള്ളാം, തെറ്റ് അംഗീകരിച്ചു എന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യണം. ഇപ്പം സംഘാടകർ രമേശ് നാരായണനെ വിളിക്കാൻ വിട്ടുപോയത് ഒരു തെറ്റാണ്. രമേശ് നാരായണന്റെ പേര് അവതാരക പിന്നെ ഉച്ചരിച്ചത്
സന്തോഷ് നാരായൺ എന്നാണ്. അതും സംഘാടകരുടെ തെറ്റാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവിൻ്റെ പേരിൽ രമേശ് നാരായൺ ആ ചടങ്ങിൽ വെച്ച് രമേശ് നാരായണനെ ആസിഫ് അലി ആദരിക്കാൻ അങ്ങോട്ട് ചെന്ന് ശ്രമിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ച് പിടിച്ചു വാങ്ങിയിട്ട് ഒരു കോംപ്ലിമെന്റ്സും പറയാതെ ഉടനെ ജയരാജനെ വിളിച്ചിട്ട് അത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് കെട്ടിപ്പിടിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒരു സംസ്കാരമുള്ള ഒരു കലാകാരന് യോജിച്ച പ്രവൃത്തിയല്ല രമേശ് നാരായൺ ചെയ്തത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. സംഘാടകൻ്റെ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി നിങ്ങൾ മറ്റൊരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു തെറ്റ് തിരുത്തുന്നതും മറ്റൊരു തെറ്റ് ചെയ്യുന്നതിലൂടെയാണോ രമേശ് നാരായണ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയല്ല. ഒരു കലാകാരൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.